السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. الله رب سبحانه وتعالى നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ മങ്കൂസ് മൗലിദിന്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഫൗലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറൻ വഫർഖദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടു. അഖ്ജല ഖമറൻ വഫർഖദ ബിവജ്ഹിൻ, ഒരു മുഖവുമായി. മുഖം എന്ന് പറഞ്ഞാൽ ഇവിടെ ജുസ് പറഞ്ഞു കുല്ലാണ് ഉദ്ദേശിക്കുന്നത്. ഏതുപോലെ വജ്ഹത്തിൽ വജ്ഹത്തു വജ്ഹിലില്ലദീ എന്ന് പറയുന്നത് പോലെ എങ്ങനെയുള്ള വജ്ഹാണ്, എങ്ങനെയുള്ള വജ്ഹുമായിട്ടാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത്. അഖ്ജല ഖമറൻ വഫർഖദ, ചന്ദ്രനെയും വടക്ക് ഭാഗത്തുള്ള നക്ഷത്രയും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ശരീരഘടനയുമായിട്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൗതിക ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ടത്. അതായത് ചന്ദ്രനെ പോലും നക്ഷത്രങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിപ്പിക്കപ്പെട്ടത്. അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം. അലാ അറിയണം, തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം. ഹുവല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്തു. ആദം നബി അലൈഹിസ്സലാം. മാത്രമല്ല വഫ്തഖറ ബികൗനിഹി വാലിദ. ആദം നബി അലൈഹിസ്സലാം അഭിമാനം കൊള്ളുകയും ചെയ്തു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പയാകാൻ സാധിച്ചതിൽ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവാകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അപ്പൊ തവസ്സുൽ എന്നുള്ളത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. മുൻകഴിഞ്ഞ മഹാരഥന്മാരൊക്കെ തവസ്സുൽ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ കൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാം വിലക്കപ്പെട്ട പഴം ഭക്ഷിച്ചതിന്റെ പേരിൽ ഞാൻ ചെയ്ത കാര്യം അബദ്ധമായി പോയോ എന്ന പേടിയിൽ അല്ലാഹുവിനോട് അത് പൊരുത്തു തരാൻ വേണ്ടി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. എങ്ങനെയാണ് ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്? യാ റബ്ബി അസ്അലുക ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, മുഹമ്മദ് എന്നവരുടെ ഹഖ് കൊണ്ട് എനിക്ക് പൊറുത്തു തരണേ എന്നാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചു, കൈഫ അറഫ്ത മുഹമ്മദാ. ആദമേ, എങ്ങനെയാണ്
മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ അറിഞ്ഞത്? ഞാൻ ആ മുഹമ്മദിനെ പഠിച്ചിട്ടില്ലല്ലോ, ആ മുഹമ്മദിനെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, നീ എന്നെ പടച്ചപ്പോൾ, നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ, സൃഷ്ടിച്ചതിൻ്റെ ശേഷം ഞാൻ മുകളിലേക്ക് നോക്കി. അപ്പോൾ അർശിന്റെ തൂണുകളിൽ ഞാൻ കണ്ടു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, നിന്റെ പേരിന്റെ കൂടെ മറ്റൊരാളുടെ പേര് ചേർക്കണമെങ്കിൽ അത് നിന്നിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും പ്രിയമുള്ള ആളാകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പ്രിയപ്പെട്ട ആളെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചാൽ നീ ഉത്തരം ചെയ്തു തരുമെന്ന് പ്രതീക്ഷയിലാണ് ഞാൻ ആ പേര് കൊണ്ട് ചോദിച്ചത്. ഫഖാല അല്ലാഹു തബാറക വതആല, അപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, സ്വദഖത യാ ആദം ഇന്നഹു അഹബ്ബുൽ ഖൽഖി ഇലയ്യ. ആദമേ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇന്നഹു അഹബ്ബുൽ ഖൽഖി ഇലയ്യ, എൻ്റെ പടപ്പുകളിൽ, എൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടപ്പാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വഇദാ സഅൽതനി ബിഹഖ്ഖിഹി, ആദമേ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് പുറത്തു തരാതിരിക്കില്ല. കാരണം മുഹമ്മദ് എന്നവർ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ പടക്കുമായിരുന്നില്ല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. ഇമാം ഹാക്കിം, ത്വബ്രാനി അടക്കമുള്ള ധാരാളം ആളുകൾ ഉദ്ധരിച്ചതാണ്. അപ്പൊ തവസ്സുൽ കൊണ്ട് പ്രാർത്ഥിക്കൽ ജായിസ് എന്ന് ധാരാളം ഇമാമികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. വസ്തഗാസ ബിഹി നൂഹ് അലൈഹിസ്സലാം ഫനജാ മിനർ റദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സഹായാർത്ഥന നടത്തി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ഫനജാ മിനർ റദാ, അങ്ങനെയാണ് നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത്. മിനർ റദാ, ഹലാക്കിൽ നിന്ന്. ഉഹുവ തൂഫാൻ, തൂഫാനിൽ നിന്നാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ 8ാമത്തെ തലമുറയാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം വഫാത്തായി 126 വർഷങ്ങൾക്ക് ശേഷമാണ് നൂഹ് നബി അലൈഹിസ്സലാം ഡെമസ്കസിൽ വെച്ച് ജനിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂഹ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ കഴിയും. വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം. മാത്രമല്ല, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലുണ്ടായിരുന്നു. എപ്പോൾ? ഹീന ഉൽഖിയ ഫിന്നാർ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നമ്രോദിന്റെ അഗ്നികുണ്ഡാരത്തിൽ എറിയപ്പെട്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉണ്ടായിരുന്നു.
തീയിലെറിയപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത് ആര് കാരണമായിട്ടാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമായിട്ടാണ്. ഫആദ വസ്വാറ ലഹ്ബുഹാ മുഖ്മദാ. ഫആദ വസ്വാറ ലഹ്ബുഹാ മുഖ്മദാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീനാളത്തിൽ എറിയപ്പെട്ടപ്പോൾ തീനാളം മടങ്ങി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് യാതൊരു പോരലും ഏൽക്കാതെ എയർ കണ്ടീഷൻ പോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനായിത്തീരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്നു. നന്മ കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.